വെൽക്കം ടു ദൻ മലയാളം. നമ്മൾ നിഫ്റ്റി ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഓപ്ഷൻ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എങ്ങനെ നടത്തണം എന്നറിയാം. ഒ എ അനാലിസിസ് വഴി എങ്ങനെ നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിലേക്കൊക്കെ നമുക്ക് ബൈയിങ് സൈഡിലേക്കൊക്കെ പോകാം എന്നുള്ളത്. വെദർ ഇറ്റ് ഈസ് കോൾ ഓപ്ഷൻ ഓർ പുട്ട് ഓപ്ഷൻ രണ്ടായാലും നമുക്ക് പലർക്കും അറിയാം. പക്ഷെ ഒരു കോമ്പിനേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പിനേഷൻ നിങ്ങൾക്കറിയാം. ഇംപ്ലൈഡ് വോളട്ടിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ, IV. അപ്പോൾ IV ബേസിസിൽ ഓപ്ഷൻ പ്രീമിയം അനാലിസിസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഓപ്ഷൻ പ്രീമിയത്തിന് നമുക്ക് കോൾ സൈഡിലെ പ്രീമിയവും പുട്ട് സൈഡിലെ പ്രീമിയത്തിൻ്റെയും എവിടെ ഡി കെ ആകുന്നു, എവിടെ ഇൻക്രീസ് ആകുന്നു, ഇത് രണ്ടിനെയും ബേസിസിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമോ എന്ന് നമുക്ക് കണ്ടെത്താനൊരു ശ്രമം നടത്തി നോക്കാം. ഒരിക്കലും അത് പെർഫെക്ഷൻ അല്ല ഞാൻ പറയുന്നത്. ഇതതുമാതിരി റെക്കമെൻഡേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വൈസായിട്ടോ കണക്കാക്കണ്ട. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പുതിയ പഠന രീതിയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് നമുക്ക് വേണ്ടുന്നത് ധന്നിൻ്റെ ചാർട്ട് വേണം. എസ്പെഷ്യലി ഏത് ചാർട്ടാണ് നമുക്ക് OA ചാർട്ടുണ്ട് ധന്നിൻ്റെ തന്നെ. നിങ്ങൾ ധന്ന് എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് അവേ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് നിഫ്റ്റി 50യുടെ 5 മിനിറ്റ്സ് ചാർട്ടാണ് കേട്ടോ. നിഫ്റ്റി 50 5 മിനിറ്റ്സ് ചാർട്ടിൽ ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചേക്കുന്നു. എന്തിനാണ്? റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, OA അനാലിസിസ് നമുക്കറിയാൻ പറ്റും. ചേഞ്ച് ഇൻ OA വേണം, നമുക്ക് OA അനാലിസിസും വേണം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ചേഞ്ച് ഇൻ OA തന്നെയാണ്. ചേഞ്ച് ഇൻ OAയും OA പ്ലസ് ചേഞ്ച് ഇൻ OA ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ OA ആണെങ്കിൽ ഓവറോൾ OA നമുക്ക് അറിയാൻ പറ്റും. ചേഞ്ച് ഇൻ OA ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ OA അറിയാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിലെ കളർ നോക്കൂ, മുകളിൽ കാണുന്നത് റെഡിഷ് ആയിട്ട് കാണുന്നത് എന്താണ്? കോൾ OA ആണ് കണ്ടോ. ഗ്രീനിൽ കാണുന്നത് എന്താണ്? പുട്ട് OA ആണ്. അപ്പോൾ ഓൾവേസ് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ബേസിക് ആയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതായത് OA പറ്റി തീരെ അറിയാത്തവർക്ക് നിങ്ങൾ എന്താ ചെയ്യുക, ധൻ ചാർട്ടിൽ പോയിട്ട് ധൻ ചാർട്ടിൽ OA ഇത് പ്ലെയിൻ ചാർട്ടാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഐക്കൺ കണ്ടു, OI പ്രൊഫൈൽ എന്നിവിടെ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറയാം. ഹൈലൈറ്റ് ചെയ്തിട്ട് തരും. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വെബ് പേജിലേക്ക് വരും. ഈ വെബ് പേജ് ഈ ഒരു ചാർട്ടിലേക്ക് വരും. ഈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ OA ബിൽഡപ്പും കൂടി നമുക്ക് കാണിച്ചു തരും. നോക്കൂ, എവിടെയാണ് അൺവൈൻഡിങ് ചെയ്യുന്നത്, എവിടെയാണ് ഈ ഒരു സെൻട്രൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് എക്സിറ്റ് ആയവരുടെ കളറാണ്. 2 പേരേ ഉള്ളൂ, കോളും പുട്ടും. അതിൽ ചുവന്ന കളറിൽ കാണുന്നത്, റെഡ് കളറിൽ കാണുന്നത് എന്താണ്? കോൾ OI. ഗ്രീൻ കളറിൽ കാണുന്നത് എന്താണ്? പുട്ട് OI. നിങ്ങൾക്ക് ഇനി OI പറ്റി തീരെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്രൊഫൈലിൽ പോവുക. കളർ ചേഞ്ച് എന്നൊരു സംഭവം ഞാൻ കൊടുത്തതിന് ശേഷമാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. കളർ ചേഞ്ച് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നോക്കൂ, ഇവിടെ കോള് പുട്ടെന്ന് കാണും. കളർ ചേഞ്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കോൾ സൈഡിന് നിങ്ങൾ എന്ത് കൊടുക്കുക? റെഡ് കളർ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റെഡ് കൊടുക്കുക. പുട്ട് എന്ത് ചെയ്യുക? പുട്ട് OA എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന അവിടെ ഗ്രീൻ തന്നെ കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് OA പറ്റി ഒന്നും നിങ്ങൾ പഠിക്കണ്ട. പകരം ഇത് രണ്ടും ഇതേ പ്രോസസ്സിൽ ചെയ്യുക. ഇത് കോൾ OAക്ക് റെഡ് കൊടുക്കുക, പുട്ട് OAക്ക് ഗ്രീൻ കൊടുക്കുക, OK കൊടുക്കുക. OK കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് മുകളിലത്തെ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് കൂടുതലാണെങ്കിൽ മാർക്കറ്റിനെ താഴ്പോട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നവരുടെ എണ്ണം കൂടുതൽ എന്നർത്ഥം. ഗ്രീനാണ് മുകളിൽ കൂടുതലായിട്ട് നിൽക്കുന്നെങ്കിൽ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നവർ ശക്തമായിട്ട് നിൽക്കുന്നു എന്നർത്ഥം. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും താഴ്പോട്ടേക്ക് ഒരു കളർ താഴ്പോട്ടേക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ ഗ്രീൻ താഴ്പോട്ടേക്ക് പോവാണ്. അതിനർത്ഥം എന്താണ്? ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുട്ട് OA ആണ്. പുട്ട് താഴ്പോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നവർ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർ എക്സിറ്റ് ആയി പോയി എന്നർത്ഥം. അവിടെ നിന്ന് ഉണ്ടായിരുന്നവരും കൂടി പിൻവലിച്ച് പോയി എന്നർത്ഥം. അത് മനസ്സിലാക്കുക. ഇത്രയും പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ്, അപ്പോൾ ഇനി പ്രൈസിന് നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ ആലോചിച്ച് നോക്കൂ.
പ്രൈസ് ഈ ലോയിൽ നിന്നും ഈ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ ആരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്? ഗ്രീന്, റെഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ ഗ്രീനുകാരെപ്പോഴും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. അതേമാതിരി കുറച്ച് ഓയെ പറ്റി അറിയുന്നവർക്കറിയാം, പുട്ട് മീൻസ് ആരാണ്? പുട്ട് സെല്ലേഴ്സാണ് കൂടുതൽ. പുട്ട് സെല്ലേഴ്സിനെ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടുന്നത്? മാർക്കറ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ഓരോ സ്ട്രൈക്കിലും ഇപ്പോൾ 24,000 എന്ന് പറഞ്ഞ സ്ട്രൈക്കിൽ എത്തിയപ്പോൾ വീണ്ടും ഹയസ്റ്റ് പുട്ട് ഓയെ കൂടുതൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് വന്നു. മുകളിലേക്ക് ഏതുവരെ വന്നു? ഇതുവരെ വന്നു. ഇവിടെ എത്തിയപ്പോൾ എന്താ കഥ മാറി? ഇവിടെ എത്തിയപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ ഉടനെ ആ പ്രൈസിനെ തട്ടി താഴ്പോട്ടേക്ക് തള്ളി വിടാനുള്ള ആൾക്കാരാണ്. അതായത് കോൾ സൈഡ് ഓയെ കൂടുതലാണ്. കോൾ സൈഡ് ഓയെ കൂടുതലായിരിക്കും ആകുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക? കോൾ ഇൻക്രീസ്. ഇവിടെ പുട്ടില്ലേന്ന് ചോദിച്ചാൽ പുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പുട്ടും കോളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വെറും രണ്ട് സ്ട്രൈക്ക് 24,050ക്കും 24,000നും ഇടയിൽ രണ്ടുപേരും ബലാബലം ഏതാണ്ട് ഈക്വലായിട്ട് നിൽക്കുന്നു. കമ്പാരിറ്റീവ്ലി ഈ രണ്ട് സ്ട്രൈക്കിനും ഇടയിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത്? കമ്പാരിറ്റീവ്ലി മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുറച്ച് പ്രൈസ് താഴ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് വീണ്ടും പുഷ് ചെയ്ത് മേൽപോട്ടേക്ക് വിടും. വീണ്ടും മേൽപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ റെസിസ്റ്റൻസ് ഇവിടെ തട്ടി താഴ്പോട്ടേക്ക് വരാൻ, ഇവിടെ താഴെ വരെ വന്നു, തിരിച്ച് ഉടനെ മേൽപോട്ടേക്ക് പോയി, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇനി ഇത് താഴ്പോട്ടേക്ക് വരുന്ന സാഹചര്യം, ഇത് പ്രൈസ് താഴ്പോട്ടേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ കളറിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു, റെഡിൻ്റെ എണ്ണം കൂടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പ്രൈസ് വീണ്ടും താഴ്പോട്ടേക്ക് ഇവിടെ നിന്ന് അടുത്ത് ഈ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അവിടെ എത്തുമ്പോഴും വീണ്ടും കഥ മാറുകയാണ്. കഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും നമ്മളുടെ ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എന്താ പറയുക, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് OI റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഗ്രീനും ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് OI. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ചേഞ്ച് ചെയ്യാവുന്നതുള്ളതുകൊണ്ടാണ് ഞാനിത് കളർ ചേഞ്ച് നിങ്ങൾ ഗ്രീനും റെഡും തന്നെ ആക്കണം എന്ന് പറയാൻ കാരണം. കോൾ OIയെ സംബന്ധിച്ചിടത്തോളം റെഡ് കളറും പുട്ട് OIക്ക് ഗ്രീൻ കളറും കൊടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് റെഡ് കൂടുതലുള്ളിടത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൈസ് ഇനി അതിനും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. സിമ്പിൾ ലോജിക്ക്. ഗ്രീൻ കൂടുതലുള്ളിടത്ത് പ്രൈസ് ഇനി താഴ്പോട്ടേക്ക് വരാൻ സാധ്യതയില്ല. ദാറ്റ് ഈസ് ദ ലോജിക്. വെരി സിമ്പിളായിട്ട്. അപ്പോൾ ഇതിനും താഴ്പോട്ടേക്ക് പ്രൈസ് ഇപ്പോൾ സഡനായിട്ട് താഴെ വന്നാൽ ഇതിനും താഴ്പോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല എന്നർത്ഥമല്ല. വരാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്തിരിക്കുന്നവർ, നിങ്ങളിപ്പോൾ സപ്പോസ് ഇത് കണ്ടിട്ട് ഓക്കെ ഇവിടെ റെഡ് കൂടുതലാണ്, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളൊരു പുട്ട് ബൈ ചെയ്തു എന്ന് വെച്ചോളൂ. പുട്ട് എന്ന് പറഞ്ഞാൽ താഴ്പോട്ടേക്ക് പോകുന്നത് ബൈ ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രൈസ് ഇനി താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ മാക്സിമം ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ വരാൻ മാക്സിമം വരാം. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ്, ഞാനതാ ഈ ഒരു ബോക്സ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഇതുവരെ നിങ്ങൾക്ക് ടാർഗറ്റിൽ മാത്രമേ പ്രതീക്ഷിക്കാവൂ. അപ്രോക്സിമേറ്റ്ലി എത്ര പോയിൻറ്റ്സ് ആണ്? അത് തന്നെ ഉണ്ട്, ഒരു 90 to 95 പോയിൻറ്റ്സ് നിങ്ങൾക്ക് മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ അതുവരെ വന്നതിന് ശേഷം പിന്നെയും നമ്മളവിടെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ പ്രൈസ് ചാർട്ട്, നമ്മുടെ ധനിൻ്റെ ചാർട്ടിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ OA കാണിച്ചു തരുന്നുണ്ട്. ഇതിനും താഴെ പ്രൈസ് പോകാൻ സാധ്യതയില്ല മകനെ, നീ എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആയിക്കോ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത്. ഇനി മുകളിലേക്ക് വന്നാലോ, തിരിച്ച് വീണ്ടും ഇവിടെ വരെ പ്രൈസ് വന്നു ചെറുതായിട്ട് റിജക്ഷൻ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്തൊരു ട്രേഡ് എടുക്കാം. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് കുറഞ്ഞ പക്ഷം ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഈ ഒരു റേഞ്ചിലേക്ക് വരാം. വീണ്ടും ഒരു 50 60 പോയിൻറ്റ്സ് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 50 പോയിൻറ്റ്സ് എങ്കിലും ഇവിടെ നിന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ക്യാച്ച് ചെയ്യാം. ഇപ്പം നിൽക്കുന്ന ആസ് ഓഫ് നൗ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ടാവും. പിന്നെ ഇനി ഓപ്ഷൻ ചെയിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇത് ഓപ്ഷൻ ചെയിനിൽ പ്രീമിയം അനാലിസിസ്, ഞാൻ അതാ പറഞ്ഞത്, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, OA അനാലിസിസ് നമ്മൾ നോക്കി. ഇനി അടുത്ത ഓപ്ഷൻ പ്രീമിയം അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്ട്രൈക്കിൻ്റെയും വില, ആ വിലയിൽ ഏത് സ്ട്രൈക്കിനാണോ, ഏത് സൈഡ്, കോൾ സൈഡിലാണോ പുട്ട് സൈഡിലാണോ ഇപ്പോൾ വില കൂടുന്നത് കുറയുന്നത് നോക്കിയിട്ട് നമുക്ക് അതിനെയും കൂടി ഒരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ, നിങ്ങൾ ഓപ്ഷൻ ചെയിനിൽ പോവുക. ഓപ്ഷൻ ചെയിനിൽ LTP, ഈ പ്രൈസ് LTP ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് തന്നെ
റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ അറിയാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജ് ചേഞ്ച്. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഇതിപ്പോൾ പുട്ട് സൈഡിൽ ഇൻ ദ മണി എന്ന് പറയുമ്പോൾ കോൾ സൈഡിൻ്റെ ഔട്ട് ഓഫ് ദ മണിയാണ്. കോൾ സൈഡിൻ്റെ ഔട്ട് ഓഫ് ദ മണി എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സൈഡ്. ഇനി കോൾ സൈഡിൻ്റെ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സൈഡ്. അപ്പോൾ ഈ രണ്ട് പോർഷൻസ് നമ്മൾ നോക്കുക. ഇവിടെ ഇപ്പോൾ കോൾ സൈഡ് എല്ലാ സൈഡും ഇൻ ദ മണിയും ഔട്ട് ഓഫ് ദ മണിയും റെഡിൽ നിൽക്കുകയാണ്. അതായത് കുറഞ്ഞു വരികയാണ് അല്ലേ. കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ നോക്കൂ, പ്രീമിയം ഒക്കെ വളരെ കുറവാണ്. 40 പൈസ 50 പൈസ റേഞ്ച്, 24,200 24,250 സോണിലൊക്കെ വെറും ഇനി ഇന്നത്തെ എക്സ്പയറിക്ക് ഇനി വെറും എന്താ പറയുക 60 പൈസ 10 പൈസ ഇതൊക്കെ. ഈ ഒരു പോർഷനിലൊക്കെ എന്താ സംഭവിക്കുക? IV ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഞാൻ പറഞ്ഞു. ഇവിടെ IV എത്രയാണ്? 16 ഉണ്ട്. ഇവിടെ IV 13 സോ 16 ഉള്ളിടത്ത്. അപ്പോൾ IV കൂടും തോറും റിസ്ക് കൂടുതലാണെന്ന് ഓപ്ഷൻ സെല്ലർ. കാരണം ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് ഇപ്പം നോക്കി, ഇപ്പം വെറും 50 പൈസ റേഞ്ചിൽ നിൽക്കുന്ന സ്ട്രൈക്കിൻ്റെ വില 50 പൈസയേ ഉള്ളൂ. അത് എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ? അത് എത്രയും പെട്ടെന്ന് അത് വീണ്ടും അവിടെ നിന്ന് വോളറ്റിലിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. കോൾ സൈഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ? അതോ നോക്കൂ, ഡൗൺ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഇതാ വരുന്നു അല്ലേ. പ്രൈസ് വീണ്ടും ഡിക്രീസിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇത് വരികയാണെങ്കിൽ ഏത് വരെ വരും? മാക്സിമം ഈ ഒരു ലോ വരെ വരും. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ ഇപ്പം നോക്കൂ, 24,000 സ്ട്രൈക്കിൽ നിൽക്കുന്നു. അപ്പോൾ ഈ 24,000 സ്ട്രൈക്കിൽ നിന്നും മാക്സിമം അത് ഏത് വരെ വരാം? നമ്മൾ പ്രൈസ് 24,000 നിന്നും അപ്രോക്സിമേറ്റ്ലി ഇത് എത്ര 23,009 ഇപ്പം നിൽക്കുന്നത് 24,112 നിൽക്കും. 24,013 നിൽക്കുന്നു. അത് അറൗണ്ട് ഒരു 23,980 സോണിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഓൾമോസ്റ്റ് ഒരു 40 പോയിൻറ്റ്സ് ഒക്കെ ഇൻട്രാഡേയിൽ ഷോർട്ടായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു 40 പോയിൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് വീണ്ടും ബൗൺസിലേക്ക് പോകും. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഓപ്ഷൻ പ്രീമിയം അനാലിസിസ് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ പോരാ. വളരെ വ്യക്തമായിട്ട് ഓരോ ടൈം ഫ്രെയിമിൽ ഓപ്ഷൻ പ്രീമിയം അനാലിസിസ് പഠിക്കണം. നമുക്കത് ഇനിയൊരു വീഡിയോയിൽ പഠിക്കാം. കാരണം ഓപ്ഷൻ പ്രീമിയത്തിന് മാത്രം ബേസിസിൽ 3 മിനിറ്റ്സിൽ ഓപ്ഷൻ പ്രീമിയം കോൾ സൈഡാണോ പുട്ട് സൈഡാണോ ഇൻക്രീസ് ആകുന്നത്, 5 മിനിറ്റ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, 15 മിനിറ്റ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, 1 അവറിൽ എങ്ങനെയാണ്, പെർ ഡേയിൽ 1 ഡേ, ഈ 5 ടൈം ഫ്രെയിംസിലും ഒരേ സമയത്ത് ഈ 5 ടൈം ഫ്രെയിമിലും കോളിനും പുട്ടിനും ഉണ്ടാകുന്ന പ്രീമിയത്തിൻ്റെ വേരിയേഷൻ. പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ചാർജ്, ഓരോ സ്ട്രൈക്കിൻ്റെയും ചാർജിൽ യൂണിഫോമായിട്ട് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ പ്രീമിയം അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. പക്ഷേ അത് വളരെ കൂടുതലായിട്ടൊന്നും ആരും യൂസ് ചെയ്യാറില്ല. പക്ഷേ യൂസ് ചെയ്യുന്നവർ വളരെ പ്രിസൈസായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ല യൂസ്ഫുള്ളാകും. നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ കഴിയും. നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞാനത് ഇനിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ കവർ ചെയ്ത് തരാം. ബിക്കോസ് ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. സോ നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഹയർ ഒഫീഷ്യൽസ് ചോദിച്ചതിന് ശേഷം ഞാനത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെയ്തു തരാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ശരിക്കും അത് നല്ല ഗുണം ചെയ്യും ഫോർ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. സോ ബെറ്റർ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മുടെ ധനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഓപ്ഷൻ ഓയുടെ ചേഞ്ച് ഇൻ ഓയെ തന്നെ ധാരാളം മതി നമുക്ക്. ഇവിടെ ഇത് ഇങ്ങനെ സ്ലോലി ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സ്ലോ ആകുന്നത്? അതാണ് അടുത്ത പോയിന്റ്. ഈ ഒരു 2 സ്ട്രൈക്കിൻ്റെയും ഇടയിലാണ് ഹയ്യസ്റ്റ് ബൈ സൈഡും ഹയ്യസ്റ്റ് സെൽ സൈഡും നിൽക്കുന്നത്. ഐ മീൻ പുട്ട് സൈഡും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, കോൾ സൈഡും സ്ട്രോങ് ആയിട്ട് നിൽക്കും. പുട്ട് ഇവിടെയും സ്ട്രോങ്, കോൾ ഇവിടെയും സ്ട്രോങ്. തൊട്ടടുത്ത് തന്നെയാണ്. പ്രൈസ് അതിൻ്റെ നടുവിലാണ് ഇപ്പം നിൽക്കുന്നത്. പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സിമ്പിൾ ഒരു സാൻഡ്വിച്ചിൻ്റെ മോഡൽ നിങ്ങൾ കണ്ടാൽ മാത്രം, മനസ്സിൽ കണ്ടാൽ മതി. നടുവിൽ നമ്മൾ സാൻഡ്വിച്ച് മൊത്തത്തിൽ കടിച്ച് കഴിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ രണ്ട് പേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്രഷർ ചെലുത്തുന്നതിൻ്റെ നടുവിൽ പ്രൈസ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പ്രൈസിന് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൈസിന് അങ്ങോട്ടും പോകാൻ സാധിക്കില്ല, ഇങ്ങോട്ടും പോകാൻ സാധിക്കത്തില്ല. അതേ
അവസ്ഥയിലാണ് ഇപ്പോൾ, സാൻഡ്വിച്ച് രൂപത്തിലാണ് ഇപ്പോൾ എന്ത് നിൽക്കുന്നത്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടും ഇനി വെരി നിയർ ടു മാർക്കറ്റ് ക്ലോസിംഗ് ടൈം അടുത്ത് ഇരിക്കുന്നു, ഇനി ഹാർഡ്ലി 1 hour ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കാം, എയ്തർ പുട്ട് സൈഡ് അല്ലെങ്കിൽ കോൾ സൈഡിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ ഇത് ഈ മാസത്തെ ഫസ്റ്റ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കവറിങ് ഒന്നും നമ്മൾ ഇതില്ല. കാരണം ഷോർട്ട് കവറിങ് സംഭവിക്കാനുള്ള സാധ്യത ഓൾവേസ് എന്താ പറയുക, മന്ത്ലി എക്സ്പയറിയുടെ കൂടുതലായിട്ടുള്ള ഷോർട്ട് കവറിങ്സ് ഒക്കെ സംഭവിക്കുക. ബട്ട് നാച്ചുറലി ഇന്നത്തെ ദിവസവും ഫസ്റ്റ് എക്സ്പയറി ആണെങ്കിലും ചെറിയ തോതിലുള്ള ഒരു മൊമെൻറ്റം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്ങർ ദാൻ, ഇപ്പോൾ താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഈ ഒരു സോൺ, ബിക്കോസ് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഈ ഒരു സോൺ പ്രൈസ് ആക്ഷൻ മാതിരിയേ വർക്കാകത്തുള്ളൂ. പിന്നെ അപ്സൈഡ് ആണെങ്കിൽ മാക്സിമം ഈ ഒരു സോൺ, ഇതിനുള്ളിലായിരിക്കും ഇന്നത്തെ ദിവസത്തെ എക്സ്പയറിക്ക് സാധ്യത കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, ഒന്നൊരു ഈ ഒരു എൻഡിലേക്കൊക്കെ വരികയാണ്, ഇപ്പോൾ നടുവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബൈ സൈഡിലും പോകാൻ പാടില്ല. കാരണം താഴ്പോട്ടേക്ക് വരാനുള്ള ട്രെൻഡിൽ ഇപ്പോൾ ഇവിടെ നിന്ന് താഴ്പോട്ടേക്ക് വരേണ്ട ട്രെൻഡ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞു താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിങ്ങനെ താഴെ വരികയാണെങ്കിൽ മെല്ലെ 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 ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് ബൗൺസ് ചെയ്യാനുള്ള മേൽപോട്ടേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ കോർക്ക് ഓൺ സൈഡ് ടു ദിസ് സൈഡ് ദാറ്റ് സൈഡ്, അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ആർക്കാണ് നഷ്ടം? ഓപ്ഷൻ ബയ്യേഴ്സിന് പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കും. 100%. നിങ്ങൾ ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എടുത്താലും പ്രൈസ് ഇവിടെ വന്നാൽ പോലും നിങ്ങൾ പ്രോഫിറ്റിലാവത്തില്ല, നിങ്ങൾ സീറോയിലായി പോകും. ബിക്കോസ് ടൈം ഡീക്കേ കാരണം പ്രീമിയം കുറഞ്ഞു പോകും. പക്ഷേ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആർക്കാണ് ലാഭം നമുക്ക് നേടിയെടുക്കാൻ പറ്റുക, റീസണബിളായിട്ട് ലാഭം നേടിയെടുക്കാൻ പറ്റുന്നത് സെല്ലേഴ്സിനാണ്. അത്തരക്കാർക്ക് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കാം? സ്ട്രാങ്കിൾ സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ രാവിലെ തന്നെ എക്സ്പയറി ഡേറ്റ് അന്ന് രാവിലെ തന്നെ കുറച്ച് ഹയസ്റ്റ് ഔട്ട് ഓഫ് ദ മണി, പുട്ട് സൈഡിൽ ഔട്ട് ഓഫ് ദ മണി, കോൾ സൈഡിൽ ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ലും കൊടുക്കാം. ഔട്ട് ഓഫ് ദ മണി സെല്ല്, പുട്ട് സൈഡിലും ഔട്ട് ഓഫ് ദ മണി സെല്ല്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ എന്താ പറയുക സ്ട്രാറ്റജിക് വ്യൂ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്ട്രാങ്കിൾ തന്നെ എടുക്കുക കഴിയുന്നതും എങ്കിൽ നമുക്ക് പരമാവധി റീസണബിൾ ആയിരിക്കും. ബട്ട് ഓപ്ഷൻ ഇതിൻ്റെ അന്ന് എന്താ പറയുക എക്സ്പയറിയുടെ അന്ന് സ്ട്രാങ്കിൾ സ്ട്രാറ്റജീസും വർക്കാകും. ഷോർട്ട് സ്ട്രാങ്കിൾ ഒരിക്കലും ലോങ്ങിലേക്ക് പോകരുത്, ഷോർട്ട് സ്ട്രാങ്കിൾസും വർക്കാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഷോർട്ട് സ്ട്രാങ്കിൾ, ലോങ് സ്ട്രാങ്കിൾ എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ പുതിയ സ്ട്രാറ്റജിയുമായിട്ട് ഞാൻ ഇനിയൊരു ദിവസം വരാം. സോ ഇത്രയുള്ള കാര്യം നിങ്ങൾ നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കൂ. ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.